ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിസൈൻ ചുരിദാർ മെറ്റീരിയലിലും അല്ലെങ്കിൽ കുർത്തിയായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽ വാങ്ങി നമുക്ക് ചെസ്റ്റ് പോർഷനിലോ അല്ലെങ്കിൽ സ്ലീവ്സിൽ അല്ലെങ്കിൽ കയ്യിൽ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അധികം സ്റ്റിച്ചസ് ഒന്നും അറിയണ്ട. ഹാൻഡ് എംബ്രോയ്ഡറിയിൽ ഫ്രഞ്ച് നോട്ടും പിന്നെ ബാക്ക് സ്റ്റിച്ചും അത് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ രണ്ട് സ്റ്റിച്ച് അറിയാത്തവർ നമ്മുടെ ഹാൻഡ് എംബ്രോയ്ഡറി ബേസിക് വീഡിയോയിൽ ആ സ്റ്റിച്ചസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയാൽ കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രണ്ട് സ്റ്റിച്ച് അറിയാമെങ്കിൽ നമുക്ക് ഈ ഡിസൈൻ ചെയ്തെടുക്കാം. ഇതൊരു ചെസ്റ്റ് പോർഷനിലൊക്കെ ചെയ്യുമ്പോഴായിരിക്കും കുറേ കൂടി നന്നായിട്ടിരിക്കുക. അപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് എംബ്രോയ്ഡറി ഹൂപ്പിൽ ഞാൻ ഇതുപോലെ ഫാബ്രിക് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് എവിടെയാണ് ചെയ്യേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെസ്റ്റ് പോർഷന് വരുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ നമ്മുടെ എംബ്രോയ്ഡറി നീഡിൽ തന്നെ എടുക്കാം. അതുപോലെ തന്നെ എംബ്രോയ്ഡറി ത്രെഡും ഉണ്ടല്ലോ, അതെടുത്തിട്ട് നമുക്ക് ചെയ്തു തുടങ്ങാം. ഇപ്പോൾ എംബ്രോയ്ഡറി നീഡിൽ എടുത്തിട്ട് ഇതുപോലെ രണ്ടിടയായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. അടിയിൽ ഇതുപോലെ നോട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഇത് പറഞ്ഞാൽ ചെടി പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് കുറേ നിൽക്കുമ്പോഴായിരിക്കും അത് കാണാൻ ഭംഗി ഉണ്ടായിരിക്കുക. അപ്പോൾ അടുത്ത് നമുക്ക് ചെയ്തു തുടങ്ങാം. ആദ്യത്തെ സ്റ്റിച്ച് നമുക്ക് കുറച്ച് നീളത്തിൽ ചെയ്യാം. മുകളിലേക്ക് പോകുന്തോറും നീളം കുറച്ച് ചെയ്യുമ്പോൾ അപ്പോഴായിരിക്കും അതിന് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കുക. ഇനി അടുത്തത് ബാക്ക് സ്റ്റിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. ബാക്ക് സ്റ്റിച്ച് അറിയാത്തവർ ഞാൻ പറഞ്ഞ പോലെ എംബ്രോയ്ഡറി ബേസിക് എംബ്രോയ്ഡറി വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ബാക്ക് സ്റ്റിച്ച് അറിയാൻ പറ്റും. അപ്പോൾ ബാക്ക് സ്റ്റിച്ചിൽ നമ്മളിത് കുറച്ചുകൂടെ ഇങ്ങോട്ട് മാറ്റി ഇതൊക്കെ ഈ ഒരു സ്റ്റിച്ചിൻ്റെ സൈഡിലായിട്ടാണ് കൊടുക്കുന്നത്. ഇതിനെ സ്റ്റെം സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ എംബ്രോയ്ഡറിയിൽ സ്റ്റെം സ്റ്റിച്ച് എന്ന് പറയില്ല, അത് തന്നെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ തന്നെ കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കുറച്ച് ചരിച്ച് ചെയ്യാം, അതല്ലെങ്കിൽ കുറച്ച് അടുപ്പിച്ചൊക്കെ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ലെങ്ത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ അപ്പോൾ ഓരോന്ന് ശരിയിൽ ചെയ്യുമ്പോൾ ഓരോ തരത്തിലുള്ളതായിരിക്കും അതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. പിന്നെ ഏത് ഫാബ്രിക്കാണ് നമ്മൾ അതനുസരിച്ചും ത്രെഡിൻ്റെ കളറും ഒക്കെ നമുക്ക് മാറ്റി കൊടുക്കണം. അപ്പോഴായിരിക്കും അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും. ഇതുപോലെ ഒരു സ്റ്റെം പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു ഫ്രഞ്ച് നോട്ട് ഇട്ട് ഇതിനെ അങ്ങ് എൻഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് താഴ്ന്ന് വീണ്ടും ചെയ്ത് തുടങ്ങാം. ഫ്രഞ്ച് നോട്ട് ഇടുന്നത് ഇതുപോലെ എടുത്ത് 2 റൗണ്ട് ചുറ്റി വീണ്ടും സൈഡിലായിട്ട് അരികിലായിട്ട് വന്ന് കുത്തിയാക്കാം. അതാണ് ഫ്രഞ്ച് നോട്ട്. ഇതുപോലെ നമുക്ക് ബാക്കി ഇനി ഇതുപോലെ ഇവിടുത്തെ സ്റ്റിച്ചും ചെയ്യാം. ഇതൊരു ലേസി സ്റ്റിച്ച് അറ്റത്തൊരു ഫ്രഞ്ച് നോട്ട് പോലെ അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ബാക്കിയെല്ലാം ചെയ്യാം. അത് തന്നെ നമുക്ക് താഴത്തെ എൻഡിൽ തുടങ്ങാം. താഴെ എൻഡിൽ തുടങ്ങുമ്പോൾ ആദ്യം ഇതിൻ്റെ സൈഡിലായിട്ട് എടുത്ത് നമുക്ക് താഴത്തെ എൻഡിൽ നിന്ന് ഇതുപോലെ എടുത്ത് ഒരു ഫ്രഞ്ച് നോട്ട് എൻഡിൽ വരുന്ന രീതിയിൽ കൊടുക്കാം. എന്നിട്ട് സൈഡിലായിട്ട് കുത്താം. അങ്ങനെ ഒരു ചെടിയിൽ ലീവ്സ് എങ്ങനെ നിൽക്കുന്നത് അതുപോലെ കിട്ടത്തക്ക രീതിയിൽ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഉണ്ടാവും. അപ്പോൾ അറ്റത്ത് ഇതുപോലെ ഒരു ഫ്രഞ്ച് നോട്ടും ഇതുപോലൊരു ഡിസൈൻ ആയിരിക്കും കിട്ടുക. അതുപോലെ നമുക്കത് എങ്ങനെയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഓൾട്ടർനേറ്റ് ആയിട്ട് കൊടുക്കാം. താഴെയൊക്കെ കുറച്ച് നീളത്തിൽ കൊടുത്തിട്ട് മുകളിലേക്ക് പോകുന്തോറും നമുക്ക് ആ ഫ്രഞ്ച് നോട്ട് മാത്രം മതിയാവും. ഇതുപോലെ സ്റ്റെം വേണ്ട. അങ്ങനെ ആകുമ്പോഴായിരിക്കും ഒരു ട്രീ ഷേപ്പിലൊക്കെ കിട്ടുക.
ഇനി മുകളിലേക്ക് പോകുന്നതോറും ഞാൻ ഫ്രഞ്ച് നോട്ട് മാത്രമാണ് കൊടുക്കുന്നത്. ഇതുപോലെ സ്റ്റെം പോലെ കൊടുക്കുന്നില്ല, അറ്റത്ത് ഫ്രഞ്ച് നോട്ട് മാത്രം. ഇനി ഇതിൽ ഈ ഫ്രഞ്ച് നോട്ടിൽ 2 റൗണ്ടാണ് ചുറ്റിയെടുത്തിട്ടാണ് ഇതുപോലെ കൊടുക്കുന്നത്. ഇതുപോലെ ഈ എംബ്രോയ്ഡറി ഫുൾ നമുക്ക് ഈ ലൈൻസ് ഫുൾ കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്ത് നമുക്കിതിനെ ഈ ഒരു കുർത്തി ആണെങ്കിലും ചുരിദാറാണെങ്കിലും നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെസ്റ്റ് പോർഷൻ കംപ്ലീറ്റ് വരുന്ന രീതിയിൽ എംബ്രോയ്ഡറി വരുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഞാൻ ഇനിയും ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോഴായിരിക്കും. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.